ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, വീട്ടിലിരുന്നാൽ എനിക്ക് അങ്ങേ കാണണമെന്ന് തോന്നുന്ന നബിയെ ഓടി വരും. യാ റസൂലല്ലാഹ്, അങ്ങേ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല നബിയേ. ഇനി ഞാൻ എങ്ങാനും മരണപ്പെട്ടു പോയാലോ അങ്ങ് അമ്പിയാക്കന്മാരെ കൂടെ ഇല്ലിയീനിലും വലിയ വലിയ സ്വർഗീയ ആരാമത്തിലും ജന്നാത്തുൽ ഫിർദൗസിലൊക്കെ ആയിരിക്കുമല്ലോ നബിയേ. ഈ സൗബാനാണെങ്കിൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂലയിലായിരുന്നാലോ അങ്ങേ കാണാൻ പറ്റില്ലല്ലോ നബിയേ. ഞാൻ എന്താണ് ചെയ്യുക യാ റസൂലല്ലാഹ്? കഠിനമായ പ്രേമത്തിന്റെ ആ ഒരു വല്ലാത്ത ആവിഷ്കാരം ഇങ്ങനെ ഒഴുകുകയാണ്. കാണാൻ പറ്റൂലല്ലോ. ജീവിച്ചിരിക്കുമ്പോ കാണാൻ കൊതിയിരുന്നില്ല നബിയെ. മരിച്ചു കഴിയുമ്പോ ഞാൻ ഖബറിലായാൽ എങ്ങനെയാ അങ്ങയെ കാണുന്നത്? ഞാൻ മഹിശറയിലായാൽ എങ്ങനെയാണ് അങ്ങനെ കാണുന്നത്? നാളെ സ്വർഗത്തിൽ പോയാലും അങ്ങ് വലിയ ഉന്നത പദവിയിലായിരിക്കുമല്ലോ നബി അല്ലാഹ്. നബി തങ്ങളുടെ വായിൽ ഉത്തരം വിട്ടുപോയി. എങ്ങനെയാണ് സൗബാനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക? എങ്ങനെയാണ് സൗബാനിക്ക് ആശ്വാസം പകരുക? വഴിയില്ലല്ലോ. റസൂലുള്ളാഹിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. നസല മലക്കുൽ അമീൻ ജിബ്രീൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, നാം എല്ലാവരും ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാകണം എന്നുള്ളതാണ്. എന്താണ് സ്നേഹം? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ഹുബ്ബിന്റെ, നമ്മുടെ സ്നേഹത്തിന്റെ, നമ്മുടെ ഇഷ്കിന്റെ, നമ്മുടെ അനുരാഗത്തിന്റെ, നമ്മുടെ പ്രേമത്തിന്റെ ഒക്കെ പരിധി എവിടെയാണ് എന്നൊരു ചോദ്യത്തിന്റെ മുന്നിൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം ഞാനും നിങ്ങളും സ്നേഹിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ നടത്തൽ അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്ത് തൗബയിൽ അല്ലാഹു വിശാലമായിട്ട് നമ്മളോട് ഒരു ആയത്ത് ഓതി വെക്കുന്നുണ്ട്. നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, നമ്മുടെ സഹധർമ്മിണിയായ നമ്മുടെ ഭാര്യ, നമ്മുടെ നൊന്തുപെറ്റ നമ്മുടെ മാതാവ്, നമ്മുടെ ഉപ്പ, നമ്മൾ താമസിക്കുന്ന സ്വഭവനം, നമ്മുടെ നാട്, നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കൊട്ടാരങ്ങൾ, നമ്മുടെ വീടുകൾ, നമുക്ക് അല്ലാഹു തന്ന നമ്മുടെ സാമ്രാജ്യങ്ങൾ, അതിനോടൊക്കെ നമുക്ക് വല്ലാത്ത മഹബ്ബത്താണ്. ആ മഹബ്ബത്തിലേക്ക് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഹബീബായ തങ്ങളോടുള്ള നമ്മുടെ ഹുബ്ബ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കൽ അനിവാര്യമായ ഘട്ടമാണ്. ഇവിടെയാണ് വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതി വെക്കുന്ന ഒരു ആയത്തുണ്ട്. 8 കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ പറയുന്നിട്ട്, ആ 8 കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് വലുതാണെന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു തോന്നൽ വരുന്നത്, അപ്പോഴാണ് ആ ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു അല്പമെങ്കിലും നിങ്ങൾ എത്തുകയുള്ളൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിനെ വളരെ വിശകലനം ചെയ്തുകൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. ഏതാണ് ആയത്ത്? ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. إن كان آباؤكم നിങ്ങളുടെ വാപ്പമാർ, വഅബ്നാഉക്കും നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുക്കും വഅസ്വാജുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ സഹധർമ്മിണിമാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, വമസാകിനൻ തർലൗനഹാ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിതുയർത്തി നിങ്ങളുടെ സ്വഭവനങ്ങൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. ഈ കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് എപ്പോഴാണോ അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടമുള്ളതാവുക, അഹബ്ബ ഇലൈക്കും എന്ന് ഖുർആൻ, വജിഹാദിൻ ഫീ സബീലിഹി
അതിനേക്കാളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മയുദ്ധം നടത്താൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതിനേക്കാളൊക്കെ വലുത് പടച്ചവന് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് എപ്പോഴാണോ ഉണ്ടാവുക, അപ്പോഴാണ് നിങ്ങൾ മുഅ്മിനീങ്ങളാവുക. ഈ ഭൂമിയിൽ എന്തിനേക്കാളും ഏതിനേക്കാളും നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ ആപത്ത് വന്നാൽ നമ്മൾ സഹിക്കൂല. പക്ഷെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് വികലമായൊരു വാർത്ത കേട്ടാൽ നമുക്കൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു. നമ്മുടെ ഭാര്യയെ പറ്റിയിട്ട് ഒരാൾ അനാവശ്യം പറഞ്ഞാൽ നമ്മൾ സഹിക്കൂല. നമ്മുടെ മക്കളെ പറ്റിയിട്ട് ഇപ്പൊ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ കുട്ടിയൊട്ടും പഠിക്കുന്നില്ലാട്ടോ എന്ന് പറഞ്ഞാൽ പോലും സഹിക്കാൻ വയ്യാത്ത മാതാപിതാക്കൾ. കാരണം കുട്ടി, എന്റെ മോൻ, എന്റെ മോൾ. إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ വാപ്പയോ ഉമ്മയോ ആണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിനെയും അള്ളാഹുവിനേക്കാൾ നിനക്കിഷ്ടം നിന്റെ മക്കളെയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിനേക്കാളും അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ സമ്പത്താണെങ്കിൽ, അല്ലാഹ് പറയുന്നു ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. ഫതറബ്ബസൂ എന്ന് പറഞ്ഞാൽ ഇമാം ഖുർത്തുബി തങ്ങളും ഇബ്നു കസീർ തങ്ങളൊക്കെ ഇവിടെ തഫ്സീർ പറയുന്നത് ഫന്തദിറു, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. എന്തിനെ? മാദാ യഹില്ലു ബിക്കും മിൻ ഇഖാബിഹി വനകാലിഹി ബിക്കും. അതികഠിനമായ അസാബ് നിങ്ങൾക്ക് വരാനുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഇതിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരായി ഞാൻ നിങ്ങൾ മാറിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. പരിധിയില്ല ഹബീബായ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നതിന് പരിധിയില്ല. നമുക്ക് എന്തൊക്കെയോ ഭൗതികമായ നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി, നമ്മുടെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ, അതിനേക്കാൾ വലുത് എനിക്കൊന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വിശേഷത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാക്കുമാറാവട്ടെ. ആനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിന്റെ സ്നേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനാണ് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ആദ്യം വിശ്വാസിയല്ലായിരുന്നു. കാന യൗമ ബദ്രിൻ മഅൽ മുശ്രിക്കീൻ, ബദർ യുദ്ധം നടക്കുമ്പോൾ മുശ്രിക്കീങ്ങളോടൊപ്പമാണ് അബ്ദുറഹ്മാൻ. മുസ്ലിമായപ്പോ പിൽക്കാലത്ത് പിന്നെ മുസ്ലിമായി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. മുസ്ലിമായപ്പോ വാപ്പാടുത്ത മോൻ പറയാണ്, ലഖദ് അഹ്ദഫ്തു ലി യൗമ ബദ്രിൻ ഫസറഫ്തു അൻക വലം അഖ്തുലുക്. വാപ്പാ, ബദറിന്റെ രണാങ്കണത്തിൽ പലവട്ടം നിങ്ങളെ എന്റെ കയ്യിൽ കിട്ടിയതാണ്. നിങ്ങൾ എന്റെ വാപ്പ ആയി പോയത് കൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാതെ വിട്ടതാണ്. ണാങ്കണത്തിൽ വാളോങ്ങിയിട്ട് പലപ്പോഴും അബ്ദുറഹ്മാനായ ഞാൻ കടന്നു വരുമ്പോ വാപ്പാ, അബൂബക്കറായ നിങ്ങൾ എന്റെ മുന്നിലുണ്ട്, നിങ്ങളെ ഞാൻ കൊന്നിട്ടില്ല, നിങ്ങൾ എന്റെ വാപ്പ ആയതുകൊണ്ടാണ്. ഈ സമയത്താണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, മോനെ ലാകിന്നക ലൗ ഹദഫ്തലി ലമൻസരിഫു അൻക. മോനെ, നിന്നെ എങ്ങാനും ബദറിന്റെ രണാങ്കണത്തിൽ എന്റെ കയ്യിലെങ്ങാനും അബ്ദുറഹ്മാനെ നിന്നെ കിട്ടിയിരുന്നെങ്കിൽ പടച്ചോനാണ് നിന്നെ ഞാൻ കൊന്നുകളയുമായിരുന്നു. നിന്നെക്കാൾ വലുത് എനിക്ക് എന്റെ ഹബീബാണെന്ന് സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. വാപ്പ അല്ല പ്രശ്നം, വാപ്പ മുസ്ലിമാവണം വാപ്പ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ തെറി വിളിച്ചതിന്റെ പേരില് സ്വന്തം വാപ്പാനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങിയതായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സഹോദരങ്ങളെ, ഉപ്പയേക്കാൾ വലുത്, ഉമ്മയേക്കാൾ വലുത് എല്ലാവർക്കും അങ്ങനെയായിരുന്നു. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾക്ക് അള്ളാഹുവിനെ അവന്റെ റസൂലിനെ കാട്ടി വലുത് നമ്മുടെ സമ്പത്താവുന്നുണ്ടോ? നമ്മുടെ മക്കളാവുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണം വ്യക്തിപരമായിട്ട്. ഇതൊരു സാമൂഹിക പ്രഭാഷണമല്ല, ഇതൊരു സാമൂഹികമായിട്ടുള്ള ദഅവത്തൊന്നുമല്ല.
നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഒന്ന് ചിന്തിക്കണം, എനിക്ക് എൻ്റെ ഹബീബിനുള്ള ബന്ധം, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, ആ സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമത്തിന്റെ പരിധി നിങ്ങൾ കണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് സൗബാൻ. സൗബാൻ റളിയല്ലാഹു അൻഹു ഇരിക്കപ്പൊറുതിയില്ല, വീട്ടിൽ പോയാൽ ഓടി വരും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ. കുറച്ചു കഴിയുമ്പോ വീണ്ടും വീട്ടിൽ പോകും, വീട്ടിലിരിക്കൂല, പെട്ടെന്ന് ഓടി വരും. എന്താണ് സൗബാൻ? സൗബാൻ റളിയല്ലാഹു അൻഹു ആകെ ക്ഷീണിക്കുകയാണ്, അവശനാവുകയാണ്, മെലിയുകയാണ്. എന്താണ് സൗബാൻ, എന്താണ് സൗബാൻ നിങ്ങൾ ഇങ്ങനെ ക്ഷീണിക്കാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂലിനോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, വീട്ടിലിരുന്നാൽ എനിക്ക് അങ്ങയെ കാണോ, അങ്ങയെ കാണണമെന്ന് തോന്നുന്നു നബിയേ, ഓടി വരും യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല നബിയേ. ഇനി ഞാൻ എങ്ങാനും മരണപ്പെട്ടു പോയാലോ, അങ്ങ് അമ്പിയാക്കന്മാരെ കൂടെ ഇല്ലിയീനിലും വലിയ വലിയ സ്വർഗീയ ആരാമത്തിലും ജന്നാത്തുൽ ഫിർദൗസിലൊക്കെ ആയിരിക്കുമല്ലോ നബിയേ. ഈ സൗബാനാണെങ്കിൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂലയിലായിരുന്നാലോ അങ്ങേ കാണാൻ പറ്റില്ലല്ലോ നബിയേ. ഞാൻ എന്താണ് ചെയ്യുക യാ റസൂലല്ലാഹ്? അതികഠിനമായ പ്രേമത്തിന്റെ ആ ഒരു വല്ലാത്ത ആവിഷ്കാരം ഇങ്ങനെ ഒഴുകുകയാണ്. കാണാൻ പറ്റൂലല്ലോ, ജീവിച്ചിരിക്കുമ്പോ കാണാൻ കൊതിയിരുന്നില്ല നബിയെ, മരിച്ചു കഴിയുമ്പോ ഞാൻ ഖബറിലായാൽ എങ്ങനെയാ അങ്ങയെ കാണുന്നത്? ഞാൻ മഹിശറയിലായാൽ എങ്ങനെയാണ് അങ്ങനെ കാണുന്നത്? നാളെ സ്വർഗത്തിൽ പോയാലും അങ്ങ് വലിയ ഉന്നത പദവിയിലായിരിക്കുമല്ലോ നബി അല്ലാഹ്. നബി തങ്ങളുടെ വായിൽ ഉത്തരം വിട്ടുപോയി. എങ്ങനെയാണ് സൗബാനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക? എങ്ങനെയാണ് സൗബാനിക്ക് ആശ്വാസം പകരുക? വഴിയില്ലല്ലോ. റസൂലുള്ളാഹിക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. നസല മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ഉടനടി വരികയാണ് ജിബ്രീൽ. പ്രണയത്തിന്റെ ഖുർആൻ വാക്യം ഇറങ്ങുന്നു, പ്രണയത്തിന്റെ ഖുർആൻ വാക്യം ഇറങ്ങുന്നു. നബിയേ, സൗബാനോട് ഓതി കേൾപ്പിച്ചു കൊടുക്കുക നബി അല്ലാഹ്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. القرآن പൊട്ടിക്കരയുന്ന സൗബാന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കരയരുതേ സൗബാൻ, നിന്റെ പ്രേമം കാരണം ഇതാ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, ജിബ്രീൽ വന്നിട്ടുണ്ട് സൗബാൻ. വമൻ യുത്തഇല്ലാഹ വറസൂൽ, ആരല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടോ. പ്രേമിച്ചങ്ങട്ട് പ്രേമം കൂടുമ്പോഴാണല്ലോ വഴിപ്പെടലിന്റെ അങ്ങേറ്റം ഉണ്ടാവുക. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് അയാളെ ഇമിറ്റേറ്റ് ചെയ്യുക. പ്രേമത്തിന്റെ അങ്ങേയറ്റം, പ്രണയത്തിന്റെ അങ്ങേയറ്റം. എന്ന് വർണ്ണിക്കാൻ ഏത് വാക്കുകൾക്ക് പറ്റും? സൗബാൻ, നീ വിഷമിക്കണ്ട. ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ. അങ്ങനെയാണെങ്കിൽ നീ അവരോടൊപ്പം തന്നെ ആയിരിക്കും, അമ്പിയാക്കന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം വരെ കൂട്ടുകാരായിട്ട് നീ ഉണ്ടാകും സൗബാൻ. നീ സങ്കടപ്പെടണ്ട, നീ മെലിഞ്ഞു പോവണ്ട, നീ തകർന്നു പോവണ്ട. ഞാൻ മരിച്ചുപോയാ എനിക്ക് കാണാൻ പറ്റും. നമുക്ക് എപ്പോഴെങ്കിലും റസൂലുള്ളാഹിനെ കാണാൻ എപ്പോഴെങ്കിലും കൊതി തോന്നിയിട്ടുണ്ടോ? ഗൾഫിൽ പോണ വിദേശികളായ പ്രവാസികളായ ആളുകൾക്ക് വരെ മക്കളെ കാണാൻ എന്ത് കൊതിയായിരിക്കും അല്ലേ? എന്തുകൊണ്ടാ കൊതി? അത്ര ഇഷ്ടമാണ്. എയർപോർട്ടിൽ പോകുമ്പോ കരയും, പൊട്ടിക്കരയും. മോനെ, നിന്നെ എനിക്ക് കാണാൻ പറ്റും. ഒരു വയസ്സായ കുഞ്ഞിലേക്ക് കെട്ടിപ്പിടിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പൊട്ടിക്കരയുന്ന രംഗം കാണാം. അഗാധമായ പ്രണയം. എപ്പോഴെങ്കിലും ഒരു വട്ടം ഇത്രയൊക്കെ റസൂലുള്ളാഹിനെ കണ്ടിട്ട് ഇപ്പോഴെങ്കിലും മദീനയുടെ കുമ്പ ഒന്ന് കാണണം, എനിക്ക് എന്റെ ഹബീബിന്റെ അടുക്കൽ പോണം, ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.
അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോഴോ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുമ്മ അഅ്മിനി ഹത്താ ലാ അറാ ശൈഅൻ ബഅദാ. ഇത്രയും നാൾ എൻ്റെ റസൂലുള്ള ഉള്ള ദുനിയാവാണ് ഞാൻ കണ്ടത്, എൻ്റെ ഹബീബായ തങ്ങളുള്ള ദുനിയാവാണ് ഞാൻ കണ്ടത്. അല്ലാഹ്, എൻ്റെ റസൂലുള്ള വഫാത്തായി. അല്ലാഹുമ്മ അഅ്മിനി ഹത്താ ലാ അറാ ശൈആ. പടച്ചോനെ, എനിക്കിനി ഒന്നും കാണണ്ട അല്ലാഹ്, എന്നെ അന്ധനാക്കിയേക്കണേ പടച്ചോനെ. ലാ അറാ ശൈഅൻ ബഅദാ, എനിക്കൊന്നും കാണാൻ, എൻ്റെ റസൂലുള്ള ഇല്ലാത്ത ആകാശം എനിക്ക് കാണണ്ട, ഹബീബില്ലാത്ത ഭൂമി എനിക്ക് കാണണ്ട, ഹബീബില്ലാത്ത ചക്രവാള സീമകളൊന്നും എനിക്ക് കാണണ്ട നബിയേ, കാണണ്ട അല്ലാഹ്. ഫഅമിയ മകാന, ആ സെക്കൻഡിൽ ആ സ്പോട്ടിൽ അന്ധനായി മാറിയ ആ സുഹാബി പിന്നെ ഒന്നും കണ്ടിട്ടില്ല. സുഹാബത്തിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിരുന്നു. ഹബീബിന്റെ വഫാത്തിന്റെ അനന്തരം 1500 കൊല്ലം കഴിഞ്ഞു. 1501 വർഷം കഴിഞ്ഞ ഹബീബിനെ അവരിലൂടെ കേട്ട് 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 പഠിച്ച് പരിചരിച്ച് നമ്മൾ പാടി. على حبيبك خير الخلق كلهم. അങ്ങയുടെ പ്രേമത്തെ വർണ്ണിക്കാനോ അതിന് കതിർ പറയാനോ അതിന് അളവ് പറയാനോ ആവില്ല നബിയേ. ഒന്നിനോടും അങ്ങയുടെ പ്രേമത്തെ ചേർത്ത് വെക്കാൻ പറ്റില്ല യാ റസൂലല്ലാഹ്. ज़मीनो ज़मान तुम्हारे लिए, मकीनो मकान तुम्हारे लिए. ഹബീബായ തങ്ങളെ കേട്ടവർ, പാടിയവർ, മഹാന്മാരായ സ്വഹാബത്ത് ശേഷം വന്ന താബീങ്ങൾ പാടി 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 അവർക്ക് പറയാൻ വാക്കുകൾ പോലും കിട്ടാത്ത അവസ്ഥയിലോട്ട് മാറിയില്ലേ സഹോദരങ്ങളെ? ആ ഹബീബായ തങ്ങളെ പറ്റിയുള്ള മദ്ഹല്ലയോ ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ സ്നേഹമായിട്ട് നമുക്ക് നിർഗളിക്കേണ്ടത്? ആ ഹബീബായ തങ്ങളുടെ സ്നേഹത്തിൽ, മുത്തുനബി തങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു രീതിയിൽ പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഹബീബായ തങ്ങളോടുള്ള ആദരവെന്ന് പറയുന്നത് തന്നെ അവർക്ക് ഭയങ്കര ഭയങ്കര സംഭവം. ക്ലാസ്സിൽ കുട്ടി മദ്രസയിലാണോ സ്കൂളിലാണോ കുട്ടി ഉസ്താദ് പറഞ്ഞതാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും സ്വലാത്തില്ല, ഈ കുട്ടി സ്വലാത്തില്ല, സ്വലാത്തല്ലാത്തിന്റെ അടിയെ കൊടുത്തു ഉസ്താദ്. അങ്ങനെ പിറ്റേന്ന് കുട്ടി വീണ്ടും വന്നു, വീണ്ടും മുത്തുനബി തങ്ങളുടെ പേര് കേട്ടപ്പോൾ കുട്ടി ചാടി സലാം പറഞ്ഞു. അപ്പൊ ചോദിച്ചത്, ഇന്നലെ സലാം പറഞ്ഞില്ല, ഇന്ന് നീ മുത്തുനബി തങ്ങളുടെ പേര് കേട്ടപ്പോൾ സലാത്ത് പറഞ്ഞെന്താ? എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നുമില്ലാതെ ഹബീബായ തങ്ങളുടെ പേര് പറയരുത്, ഒന്നുമില്ലാതെ ആ റസൂലുള്ളാന്റെ പേര് പറയരുതെന്ന് എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ എത്തി ആദരവ്? ഇവിടെ എത്തി. മഹാനായ അസ്ലം റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ ഒട്ടകക്കെട്ടിൽ കെട്ടുന്ന സ്വഹാബിയാണ്. നബി തങ്ങളുടെ ഒട്ടകക്കെട്ടിൽ കെട്ടുന്ന സ്വഹാബിയാണ്. ഒരു ദിവസം രാവിലെ ആയപ്പോൾ ഒട്ടകക്കെട്ടിൽ കെട്ടാൻ വന്നപ്പോൾ താൻ ജനാപത്തുകാരനായി, വലിയ ശുദ്ധിയായിക്കാരനായി അനുഭവപ്പെട്ടു. ഉടനെ അൻസാരിയായ ഒരു സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ ജനാപത്തുകാരനാണ്, ഞാൻ ഇന്ന് ഒട്ടകക്കെട്ടിൽ കെട്ടുന്നില്ല, നിങ്ങൾ കെട്ടിക്കൊള്ളൂ. അൻസാരിയായ സ്വഹാബി ഒട്ടകക്കെട്ടിൽ കെട്ടിയപ്പോ മുത്തുനബി തങ്ങൾ കടന്നു വന്നു വിളിച്ചു, യാ അസ്ലഅ മാലി യറാ റഹിൽതക തഗയ്യറത്. മോനെ, എന്നും ഒട്ടകക്കെട്ടിൽ കെട്ടുന്നത് പോലെയല്ലല്ലോ, ഇന്നൊരു വ്യത്യാസമുണ്ടല്ലോ. റസൂലല്ലാഹ് ലം അർഹൽഹാ, ഞാൻ കെട്ടിയിട്ടില്ല നബിയേ. റഹലഹാ റജുലുൻ മിനൽ അൻസാർ, അൻസാരിയിൽപ്പെട്ട ഒരാളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, കാരണം ഞാൻ ജനാപത്തുകാരനായിരുന്നു.
നോക്കി ഒന്നുമില്ലാതെ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോവില്ല, വൃത്തിയില്ലാതെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ പോവില്ല. ആ ഹബീബായ തങ്ങളെ പറ്റിയാണ് 24 മണിക്കൂറും അവരുടെ ചർച്ച. അവർ കാണാൻ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്തിനാണ് മങ്കൂസ് മൗലിദ്? അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്തിനാണ് ബുറുദ? അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്തിനാണ്? പിൽക്കാലത്ത് വന്നവർ ഹബീബായ തങ്ങളെ കാണാതെ സ്വഹാബത്തിൽ നിന്ന് കേട്ടവർ താബഈങ്ങൾ, അവരിൽ കേട്ടവർ തബഉ താബിഈങ്ങൾ, അവർ പിന്നെ റസൂലുള്ളാഹിനെ പറ്റി എഴുതി പക്ഷാഘാതം പിടിച്ചെടുക്കുന്ന ബൂസൂരി ഇമാം ഒരു രക്ഷയുമില്ലാതെ കിടക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ബൂസൂരി ഇമാമിന് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് പറയുന്നത്, ബൂസൂരി എന്റെ മദഹ് നിങ്ങൾ എഴുതുക. അങ്ങനെയാണ് ഇങ്ങനെ എഴുതി 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 കിടന്നിട്ടാണ് എഴുതുന്നത്. ഒറ്റക്കിടപ്പിൽ ഇങ്ങനെ എഴുതാണ്. എന്താ ബുറുദ! ലോകം മുഴുവനും ഇന്നൊരു മദ്ഹിന് പ്രശസ്തി കിട്ടിയെങ്കിൽ അത് ബുറുദയാണ്. ബുറുദ രോഗശമനം എന്നതിന് അർത്ഥമുണ്ട്. ഞാൻ എഴുതി വന്നപ്പോ എന്നെത്തിയപ്പോ നിന്ന് സ്റ്റോപ്പായി. പിന്നെ എഴുതാൻ പറ്റുന്നില്ല, ഓർമ്മയില്ല, മറന്നുപോയി, വരി കിട്ടുന്നില്ല. കുറെ കരഞ്ഞു, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, നിലവിളിച്ചു. അങ്ങനെ കിടന്ന് തളർന്ന് കിടന്നുറങ്ങിപ്പോയപ്പോ സ്വപ്നത്തിൽ മുഹമ്മദ് മുസ്തഫ فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فمبلغ العلم فيه أنه بشر. അതൊരു മനുഷ്യനാണെന്ന് എനിക്ക് എത്തിയിട്ടുണ്ട്. കുറെ എഴുതി 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 അതൊരു മനുഷ്യനാണ്, ഇത്രയും പവിത്രതയൊക്കെ ശ്രേഷ്ഠതയുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ കിട്ടുന്നില്ല. ഇപ്പോഴാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്, സൂരി ബാക്കി എഴുതിക്കോ, റസൂലുള്ളാഹിന്റെ വാക്കാ, അത് ഹബീബായ തങ്ങളെ വാക്കാ. അത് എഴുതി തീർന്നു. മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ പലരും ആ ബുറുദ പാടാൻ തുടങ്ങി. സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടതാണ് ബുറുദ. അങ്ങനെ ഓരോ കവിതയ്ക്കും ഓരോ ബൈത്തിനും അതിൻ്റെതായ പദവികളും മഹത്വങ്ങളും ഉണ്ട്. ഹബീബിങ്ങളെ, സഹോദരങ്ങളെ, അതിനാണ് നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലും നബിദിനം പ്രമാണിച്ച്, ആ ഹബീബായ തങ്ങളുടെ ജന്മദിനം പ്രമാണിച്ച് സന്തോഷിക്കേണ്ടത് നമുക്ക്.